ഒന്ന് കാര്യം കേട്ടോ, ഏപ്പിസ്താന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കുറേശ്യം കേരളത്തിലില്ലല്ലോ ഇപ്പം. അല്ലുള്ളത് ഒരു കുറേശ്യമില്ല, അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. പക്ഷെ ചില ആൾക്കാർ അത് അത്ര ഗൗരവം എടുത്തിട്ടില്ലേനും. ഇപ്പൊ ഒന്ന് രണ്ടാൾക്കാരെ കൊന്ന് അങ്ങനെ വിഷയം ഗൗരവമായപ്പോ ഏപ്പിസ്താദ് ആ ദൂരത്തുനിന്ന് എല്ലാം പാടെ കഴിഞ്ഞ് വന്നുക്കുമ്പോ കേൾക്കണതാ. അതില് പ്രസംഗിച്ചിറങ്ങിയപ്പോ പത്രക്കാരൻ വന്നില്ലേ, മാധ്യമക്കാർ മറ്റൊക്കെ എന്താ പറയുള്ളത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അതിശക്തമായിട്ട് തന്നെ പറഞ്ഞു, ഈ അക്രമവും കൊലയും ഒരിക്കലും എത്തിച്ചു കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മതത്തിന്റെ പേരെ നടക്കാൻ തന്നെ പാടില്ല. ഉസ്താദ് പറയാത്ത വർത്താനം ഉസ്താദ് പറഞ്ഞത്. എന്തേ? പാലക്കാട്ട് തങ്ങളാണ് ലീഗിന്റെ നേതാവും അതുപോലെ തന്നെ സമസ്ത നേതാവും, അതുകൊണ്ട് തങ്ങൾ വിചാരിച്ചത് നടക്കൂലേ. ഒറ്റ പറച്ചില്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. ഉസ്താദിന്റെ പ്രസ്താവന സിറാജിനും മറ്റു പത്രത്തിലും ഇങ്ങോട്ട് വന്നു അല്ലേ. തിങ്കളാഴ്ച പ്രസ്താവന വന്നപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങള്, അള്ളാഹു റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ, ആ തങ്ങളെ പ്രസ്താവന ചന്ദ്രികയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങരുത് തങ്ങൾ നിങ്ങൾ അലൈക്കും ബിസ്സമിയത്ത. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞപ്പോ തങ്ങൾ പാപ്പത് അങ്ങനത്തെ അംഗീകരിച്ചു, ആരും ആക്രമിക്കരുത്. അന്നെ കാസിമി സ്ഥാന പ്രസ്താവന, മതപ്രബോധകർ മാന്യത കാത്തു സൂക്ഷിക്കണം കാസിമി. നോക്കാൻ നിങ്ങള്, ഇതല്ലേ കേരളം, ഇങ്ങനെയല്ലേ വേണ്ടത്. അതായത് ഉസ്താദ് ഇങ്ങോട്ട് പറയാ, വേറെല്ലോലൊക്കെ കേൾക്കുക, എന്നിട്ട് ഒത്തൊരുമിച്ചിട്ട് പോവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ പിന്നെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കറാമത്ത് കാട്ടുന്ന ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് കൊണ്ടോട്ടി ഞാൻ പറഞ്ഞല്ലോ. അതായത് അതാണ്, ഇതൊന്നും പറയാൻ കരുതിയതല്ല. ഞാൻ എന്തോ ഷെയർബാർക്കന്റെ കറാമത്തോണ്ട് പറഞ്ഞു പോകാൻ തോന്നുന്നുണ്ട്. ഞാനിപ്പോ ഒരു സംഘാടകനോട് പറയാൻ പറഞ്ഞപ്പോഴും ഷമീറിനോട് ആ ക്ലിപ്പൊക്കെ ഇടിച്ചേ ഞാൻ പറയാനുള്ള നിൽക്കാം. പക്ഷെ ഇത് വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ കത്തിച്ചാ കത്താത്ത മുടിയില്ല, കത്തിച്ചാ കത്താത്ത ഒന്നുമില്ല. അത് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ തുറന്നാനെ പറയാം. കത്തുന്ന് പറഞ്ഞത് പിന്നെ കത്തിയിട്ടുണ്ട്, ആ പറഞ്ഞതിനെ കുറിച്ച് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ പറയുന്നുള്ളൂ. നേരത്തെ പി കെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ നമുക്ക് സുന്നിയുള്ളൂ, വേറെ ഒന്നും നമുക്കില്ല. അതിന് അല്ലാതെ മതം ഉണ്ടാവുന്നതാണ്. കാരണം 89 നമ്മൾ 0 തുടങ്ങുമ്പോഴേ ഒരാളും ഹെൽപ്പിനില്ല. ഇപ്പൊ പരിപാടിക്ക് വന്നാൽ ചായയും ചോറും ഒക്കെ കിട്ടുന്ന നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അന്ന് അതേമയത്ത് തിരിച്ചു പോകുമ്പോ ചിലപ്പോ ചെരുപ്പ് വരെ കിട്ടില്ല, അവനാന്റെ ചെരുപ്പ്. എന്റെ അനുഭവം, അന്ന് താടി മീശൊന്നും ഇല്ലാത്ത ആ ചെറിയ പ്രായത്തെ 94, 95 പരിപാടിക്ക് പോകുമ്പോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയ വടിമ ചെറിയ കൊടിയും കെട്ടി വന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ കോച്ചിങ് എന്താന്ന് വെച്ചാൽ, എന്ത് അപശബ്ദം കേട്ടാലും നമ്മൾ പണിയെടുക്കണം. അസുദ്ദീൻ കോട്ടയം, അതുപോലെ തന്നെ കേലുത്ത് മുഹമ്മദ് മാസ്റ്റർ, അണ്ടോൺ ഉസ്താദ്, അതുപോലെ തന്നെ പി ഉസ്താദ്, അള്ളാഹു മരിച്ച ഉസ്താദന്മാർക്കൊക്കെ ദർജേറ്റി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ കൂടെ നടന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്, സ്റ്റെപ്പിനായിട്ടും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരികയാണ്. പിന്നെ സദസ്സിലേക്ക് നേരെ വടിയിട്ടാ വരുന്നത്. പിന്നെ കടന്റെ ഷട്ടർ താവുകയാണ്, ഏറെ നടക്കുകയാണ്. എന്റെ ഒപ്പം ബോഡി ഗാർഡായിട്ട് പോകുന്ന ആളാണെങ്കിലോ നോക്കിയിട്ട് കാണുന്നില്ല. പഠിച്ചാണ് ഇയാളിറങ്ങി ഓടിക്കണ്. പക്ഷെ ഞാൻ ഓടിയതൊന്നുമില്ല. അവനോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ധൈര്യം കൊണ്ടു വെച്ചു. ഞാൻ ഒരു ധൈര്യം കൊണ്ടല്ല, മനുഷ്യ അന്തം വിട്ടുപോയതാ. കാരണം എവിടുക്കെ പോയാ പ്രായം അതല്ലേ. ഞാൻ മർക്കസിൽ 4ാം ക്ലാസ്സിലോ 5ലോ പഠിക്കുകയാണ്. അന്നത്തെ അവസ്ഥ ഞാൻ പറയണത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അവസാനം എന്നെ പോലീസ് വന്ന് പിന്നെ അങ്ങനെ നോക്കുമ്പോഴേക്കും എന്നെ വിളിച്ച സംഘാടകരുമില്ല, എന്റെ ചെരുപ്പുമില്ല, ഒരവസ്ഥയില്ല. വെള്ളം തരാൻ പാടില്ല. ഞാനിങ്ങനെ അന്തം വിട്ടുന്നു. എന്താ ചെയ്യാറ്? കാരണം ഒരു 10-50 ആൾക്കാരും. അന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞ 93, 94 ഉണ്ടായ അവസ്ഥ. അവസാനം പച്ച ബസ് ഇങ്ങനെ വന്ന്, എനിക്ക് ഓർമ്മയുണ്ട്, പേരൊന്നും ഓർമ്മല്ല, കൈയാട്ടി ബസ് നിർത്തി. ബസ് കയറിയപ്പോ കണ്ടക്ടർ ചോദിച്ചു, എവിടുക്കാ പോണോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഈ ബസ് എടുക്കാന്ന് വെച്ചു. ഇത് കൊയിലാണ്ടിക്ക്, എന്നാ കൊയിലാണ്ടിക്ക് തന്നെയാണ്. അപ്പോഴേക്ക് എന്റെ ബോഡി ഗാർഡും വന്ന്. ആളിപ്പോ സക്കപ്പിക്കും, ഞാൻ പേര് പറയാത്തത് കൊണ്ടാ. പിന്നെ അന്നാണെങ്കിൽ മൊബൈൽ ഏർപ്പാടും ഇല്ലല്ലോ. പക്ഷേ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ ചെന്നു. ഇന്നത്തെ സ്റ്റാൻഡല്ല, എന്നാ പഴയത്. അന്ന് ഫ്രിഡ്ജൊന്നും പാസ്സായിട്ടില്ല. ആ ചോപ്പ് ഇങ്ങനെ പെട്ടിയിൽ ഐസിക്കണ കോട്ടി ഐസില്ലേ, ആ സമയമാണ്. ആ കോട്ടി സോഡ ആ സമയത്താണ്. ചുരുക്കത്തിൽ അവിടുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ശ്വാസം വീണ് കിട്ടിയ KSRTC കോഴിക്കോട്ടേക്ക് കയറി. അവിടുന്ന് പിന്നെ മുക്കത്തേക്ക് പോണേ ഒരു രാത്രി 10:45 ബസ്. മർക്കസ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. ആ ബസ്സിൽ കയറി മർക്കസിലെത്തി. എത്തിയപ്പോണ്ട് പി ഉസ്താദ് കുപ്പായം കഴിച്ച് പുറത്തങ്ങ് നിൽക്കണ്. അപ്പോ ഇങ്ങനെ വിളിച്ചില്ലേ, പതുക്കെ ചെന്ന് ഒറ്റ അടഞ്ഞു കൂട്ടി പിടിക്കുക, എന്തേ മോനെ പറ്റിയെന്ന്. ആ പിടുത്തത്തോടുകൂടെ അൽഹംദുലില്ലാ എന്റെ എല്ലാ വിഷമവും തീർന്നു. ഇത് ഒരനുഭവമല്ല. മുഹിദ്ദീൻ ശേഖന്റെ പേരിൽ വേള് പറയാൻ പോയതാണ് പൊട്ടമുറി ശംസുദ്ദീനായിട്ട്. അന്ന് രംഗത്തില്ല. അന്ന് അവിടെ വേള് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തണുപ്പ് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച ഔലിയക്കന്മാരെ കഥ പറയുമ്പോ ഉണ്ടാവുക തണുപ്പ്. കൈയിട്ട് നോക്കുമ്പോ തക്കാളിയെ കീശിക്ക് വന്നു. നിങ്ങള് ഇവിടെ വളാഞ്ചേരി അങ്ങനെ തന്നെ
കോഴിമുട്ട കൊണ്ടേറ്, ഇതൊക്കെ സഹിച്ചതാ. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് പോണ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടതും. വണ്ടി പോകുമ്പോ അന്ന് സൈദിന്റെ കൂടെ ചൂടുന്ന മരുതിയിലാണ് പോകുന്ന സമയത്ത് അലാക്കന്റെ കഴുങ്ങെടുത്തിട്ട് കൈ കാട്ടി നിർത്തി. ഡ്രൈവർ വിചാരിച്ചു നമ്മളാക്കി ബ്രേക്ക് ചവിട്ടിപ്പടി കഴുങ്ങി നേരെ മേലക്കിടണം, ഒറ്റ ചവിട്ട് വണ്ടി അങ്ങോട്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. തിരിച്ചു പോകുന്ന സംഘാടകനോട് വന്ന് പടിഞ്ഞാത്തറണം വയനാട്ടില് തിരിച്ചു പോകുന്ന സംഘാടകനോട് വന്ന നിങ്ങൾ വന്ന വഴിക്ക് പോകരുത്. അങ്ങനെ ചുരം ഇങ്ങനെ ഇറങ്ങിയിട്ട് ലാസ്റ്റ് വളവിലെത്തുമ്പോ വിളി നിങ്ങൾ ഇവിടെ എത്തിക്കുന്നു സ്ഥലം വെച്ച് ഇങ്ങനെ അൽഹംദുലില്ലാ എന്തേ നിങ്ങളെ കാത്ത് ജീപ്പ് ആൾക്കാർ ഇപ്പുറത്ത് നിന്നു വഴി പേച്ചു പോയതുകൊണ്ട് തിരക്കുന്നുണ്ട്. ആ നിങ്ങള് കിട്ടാത്ത ദേഷ്യം കൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് പോണ പെണ്ണുങ്ങൾ എറിഞ്ഞിക്കാണ്ട് മുറിയാക്കിക്കണ്. അറിച്ചോക്കാണ് നിങ്ങൾ. ഇങ്ങനെ ഒന്ന് രണ്ടല്ല അനുഭവം അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കാലത്ത് സഹിച്ചതാണ്. പിന്നെ ഏകദേശമൊക്കെ ഇപ്പൊ ഗ്രിപ്പൊക്കെ ആയപ്പോ നമ്മളെ നേതാക്കന്മാര് പറഞ്ഞു ഇനിയിപ്പോ അങ്ങനെ പറയണ്ട, അങ്ങനെ നിർത്തിച്ചതാണ്. അതുകൊണ്ട് ഇത് കൂടുതൽ തങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പക്ഷേ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ ഖിദ്മകളൊക്കെ ആൾക്ക് സമ്മതിക്കുന്ന കാലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഷാറുബാറൊക്കെ എന്താണ് അതിൽ തെളിവെന്ന് വെച്ചാൽ ഞമ്മക്ക് എ.പി. ഉസ്താദ് കൊണ്ടുവന്നിട്ട് അതിന്റെ തെളിവ് അതിന്റെ പുറമില്ല. കാരണം എ.പി. ഉസ്താദിന് 9 കൊല്ലം മർക്കസും 1 കൊല്ലം ഡൽഹി മർക്കസിലും 10 കൊല്ലം മർക്കസിൽ പഠിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയും, സ്വഭാവം എനിക്കറിയാം. ആ ഉസ്താദുകൾ കൊണ്ടുവന്നാൽ അത് തന്നെയാണ് ഞങ്ങളുടെ തെളിവ്. അത് ലക്ഷക്കണക്കിന് ആൾക്കാരും മുമ്പിൽ വെച്ച് ഹസ്രജ് കൊടുത്താലും അപ്പൊ നിങ്ങൾക്ക് ഹസ്രജിന്റെ അടുത്തുണ്ട് എന്തൊക്കെ തെളിവ്? അത് ഹമീദ് വൈശ് ഉസ്താദ് അമ്പലക്കടവ് ഉസ്താദ് പറഞ്ഞു തന്നതാ. കാരണം ഹസ്രജിന്റെ അടുത്ത് മുടിയുണ്ട്, അത് തെളിവുണ്ട്. തുർക്കിയിലുണ്ട്, ഇസ്താംബൂളിലുണ്ട്, ഇതൊക്കെ ഒറിജിനലാണ്. നിങ്ങൾ മാറ്റി പറഞ്ഞു ഞാൻ തഞ്ഞു കേട്ടണ് നിങ്ങളുണ്ടല്ലോ. അപ്പൊ നിങ്ങളത് പറഞ്ഞു തന്നു. ഞങ്ങൾ സാധുക്കളിൽ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നേരെ പോയി ഞങ്ങൾക്കൊരു വക്രത അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സോഡ കാക്ക വാങ്ങിയാകരുത്. ആ കോട്ടി സോഡുള്ള കാലത്തെ സോഡ ഇറങ്ങി ഉടനെ ഒരു കാക്കയൊന്നും പറഞ്ഞ കുടിച്ചാൽ തെത്തിനും വെള്ളം വേണമെന്ന് പറഞ്ഞാലും അപ്പൊ എന്താ നമുക്ക് വേണ്ട ചോദിച്ചു. ലാസ്റ്റ് ഇങ്ങനെ എന്നാ സോഡ നെയ്ക്കോട്ടെ. അപ്പൊ അന്ന് 30 സോഡക്ക് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. അങ്ങനെ ആ സമയത്ത് മറ്റേത് വെച്ച് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാക്ക കൊടുത്തു. കാക്ക നിങ്ങൾക്ക് ദത്തതിന് തരിപ്പൊക്കെ പാടേച്ചു. അത് സോഡയല്ലേ എന്ന് കുട്ടിയത് വേണ്ട വേറെ വല്ല വെള്ളം തന്നാ ഇനി ആ സോഡ എത്തിയതിന് പറ്റും. നിങ്ങള് പൊട്ടിച്ചു പോയില്ലേ എന്ന പോലെ ഈ ഹമീദ് വൈശ് ഉസ്താദൊക്കെ പറഞ്ഞു തന്നു. നിങ്ങള് അവിടെ പോയിക്കോളി ഹസറജിന്റെ അത് ഒറിജിനലാ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ സാധുക്കൾ ഞങ്ങൾ വിശ്വസിച്ചു. അപ്പൊ എ.പി. ഉസ്താദ് കൂടെ നിൽക്കുമല്ല ഇങ്ങോട്ട് കൊണ്ടെന്ന് കൊടുത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട് ഇനിയിപ്പൊ നിങ്ങള് മാറ്റി പറഞ്ഞാൽ സോഡ പൊട്ടിച്ച മാതിരിയല്ല നിർത്താൻ കാട്ടും. അവിടെ ദയവ് ചെയ്തിട്ട് ഇനി നിങ്ങള് പറയരുത്. ഇതപ്പൊ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പോവുക. ഇനി ഒന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലൽ ഇസ്ലാമിലില്ല, ബോംബ് പൊട്ടിക്കൽ ഇസ്ലാമിലില്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം മദ്രസ കത്തിച്ചുകൊണ്ട് സ്വന്തം മദ്രസ കത്തിച്ചു. എന്തിനാ കത്തിച്ചത്? പാവപ്പെട്ട സുന്നികളെ കള്ളക്കേസിൽ കൊടുക്കാൻ, അതിന് കള്ളസാക്ഷി പറയാൻ. പക്ഷെ കക്കാൻ പഠിച്ചു, കളവടക്കാൻ പഠിച്ചില്ല. മദ്രസ കത്തുമ്പോ ഹാജർ പട്ടിക കത്തന്തിയുമോ വയ്യളെ. മദ്രസ കത്തുമ്പം നിങ്ങളെ സദറുസ്താദിന്റെ ഒഴിച്ചിട്ട് ബനിയനെങ്കിലും കത്തണ്ടീനു. അതേപോലെ സെക്രട്ടറിന്റെ ഒരു പെന്നെങ്കിലും കൊണ്ടേക്കേനു. ഇത് ഹാജർ പട്ടിക കൊണ്ടേച്ചു, റിക്കാർഡൊക്കെ മാറ്റി ചുടുവാണ് കത്തിക്കണോ. നോക്കുമ്പോ ഹാജർ പട്ടിക പിറ്റേന്ന് വിളിക്കണ്, രജിസ്ട്രേഷൻ വിളിക്കണ്. പിന്നെ ദത്തേ കത്തിയത് ഈ മേശ ഉണ്ടായിരുന്നത് ആരെ കൂട്ടരെ നിങ്ങൾക്ക് വാഴ്ന്നു പറഞ്ഞു തന്നത്? ആരെ നിങ്ങൾ ഹിക്കുമത്ത് പറഞ്ഞെന്ന് പേച്ചു പോയില്ലേ? 1 2 നിങ്ങൾ മുസാഫും കത്തിച്ചു ഞമ്മളെ കൊടുക്കാൻ. ആലോചിച്ചോക്കാണ് നിങ്ങൾക്ക് ഉറക്കാത്ത കയ്യുണ്ടോ? അള്ളാന്റെ കലാമ് കത്തിച്ചത് മുസ്ലിങ്ങളായ ആളുകൾ ചരിത്രത്തിൽ ഖുർആൻ കത്തിച്ചവരുണ്ടോ? അത് വിഘടിതരായ നിങ്ങൾ മാത്രമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. നിങ്ങൾ തെളിയിക്കണം. ഖുർആൻ കത്തിച്ച വേറെ കൂട്ടങ്ങൾ തെളിയിക്കുക. നിങ്ങൾക്ക് മരിച്ചു പോണ്ടേ? അള്ളാനെ കാണണ്ടേ? ഒന്ന് ആലോചിക്കുക. നിങ്ങളെ മുസ്ലിം കത്തിച്ചാൽ ഞങ്ങൾക്ക് പൈസ ഒന്നും നഷ്ടം വരാനില്ല. പക്ഷേ ദീനല്ലേ കൂട്ടരെ. നല്ലൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾ എന്തിനാ പണിയൊപ്പിച്ച് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? പോട്ടെ, ബോംബ് പൊട്ടല്, ബോംബ് ഉണ്ടാക്കുക ഇസ്ലാമിക സംസ്കാരം. കാരണം കത്തിക്കുത്ത് കാരണം നിങ്ങൾക്ക് പറയാം കൊന്നവനെ കൊന്നുകൊന്നു. ഈ ബോംബ് പൊട്ടുന്ന സമയത്ത് നിരപരാധികൾ എത്ര മരിച്ചു? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്ന നല്ല നിയമമുള്ളത്. ഈ ബോംബ് പൊട്ടിയിട്ട് നിരപരാധികൾക്ക് പരിക്ക് പറ്റിയത് ആരാ മറുപടി അറിയാം? ഇപ്പൊ ആ ബോംബ് ഉണ്ടാക്കിയ പാറാട്ട ടീം ഇല്ലേ, 3-4 കുട്ടികൾ ഇപ്പൊ കയ്യുമില്ല കാരുമില്ല ഒന്നുമില്ലാതെ കിടക്കല്ലേ. ആരായിട്ടേക്ക് ഭാവി കൊടുക്കുക? ഒരു പറഞ്ഞല്ലോ, സുന്നി പ്രവർത്തകരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നേതാക്കന്മാർ 1-800 ഉറുപ്പ്യ വെച്ചിട്ട് തന്നതാണ്, ഞങ്ങൾ പൊട്ടിപ്പോയതാണ്.
പക്ഷെ അവിടെ മുസ്ലിം കറാമിന്റെ കറാമത്ത് ഉണ്ട്. അത് നേരത്തെ അവിടെ പറഞ്ഞു. നിങ്ങളെ ഉസ്താദ് പ്രസംഗിച്ചിരുന്നല്ലോ. എന്താ പ്രസംഗിച്ചത്? കത്തും. അവിടെ ആ കത്തിച്ചാലും മുടി മാത്രമല്ല, കണ്ണും മൂക്കും കത്തും. പിന്നെ ഒരു ഒന്ന് മുരിയുടെ സാധനത്തിന്റെ പേര് അറിയണം. നമ്മുടെ നമസ്കാരം അല്ലാത്തൊന്നും പറയണില്ല. അവൻ കത്തൂന്ന് പടച്ചു അത്ര പെട്ടെന്ന് തരും. നിങ്ങൾ മനസ്സിലാക്കിയില്ല. പത്രം പ്രത്യേക രീതിയില് അവൻ കത്തി ആലോചിച്ചാൽ നിങ്ങൾ പൈസ ഒക്കെ കൊടുത്തു. ആ കുട്ടിക്ക് ഭാവി ഉണ്ടോ? ഇനി ആ കുട്ടിക്ക് കുട്ടികളുണ്ടാവുമോ? പെണ്ണിട്ടാൻ പറ്റുമോ? അതിന് പെൺപാന്റെ പാരമ്പര്യം ഉണ്ടോ? ദീനിനോടാണ് കുട്ടിയെ കളി. ഞങ്ങൾ പ്രതികരിക്കണില്ല ആ നിലക്ക്. ഞങ്ങൾ തല്ലാന്ന് ശരിയല്ല. ഞങ്ങൾ ഇതുപോലെ കൊല്ലാനല്ല, ബോംബുണ്ടാക്കാനല്ല. പക്ഷെ പടച്ചോലൊരുത്തല്ലേ. ആ പടച്ചോനല്ലേ ചെയ്യുന്നത്? ഒന്ന്, നാദാപുരത്ത് നോട്ടീസ് ഒട്ടിക്കുക. അവരെ നോട്ടീസ് എന്നിട്ട് ചീന്തുക. ആരാളില്ല. അവസാനം പിറ്റേന്ന് രൂക്ഷമുദ്രവാക്യം. അത് ക്ലിപ്പിടാൻ പറ്റാത്തതുകൊണ്ടാണ്. തൊട്ടാൽ ഏട്ടം കഴുകേണ്ട സാധനത്തിന്റെ പേര് പറഞ്ഞ് ഏൽപ്പിസ്ഥാനും അതേപോലെ തന്നെ ഉള്ളാൾ തങ്ങുവരെല്ലാം പാടെ. എന്നിട്ട് വിളിച്ചിട്ട് അതിന്റെ മക്കളെയൊന്നും വിളിച്ച് കാണും മുദ്രാവാക്യം പൂരത്തെറി. അങ്ങനെ പല പ്രാവശ്യം. ലാസ്റ്റ് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ തീരുമാനിച്ചു ഇതിങ്ങനെ പോയാൽ ശരിയാകൂല, പിടിക്കണോ. അങ്ങനെ കാത്തുനിന്ന് അതാ ചെയ്യുന്ന നോട്ടീസ്. പോലീസിനെ വിളിച്ചു. പോലീസ് കയ്യോടെ പിടിച്ചു വെക്കുമ്പം ഈ പ്രതിഷേധ പ്രകടനത്തിന് മുദ്രാവാക്യം ഉണ്ടാക്കിയിട്ട് വിളിച്ചു കൊടുക്കണം ചങ്ങായി. അത് ചോക്കാൻ മരിക്കണ്ടേ? എന്ത് ഇതൊക്കെ ദീനാണ്. രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാരൻ ഇപ്പൊ ചെയ്യില്ല. പണ്ട് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളെ കൂടി ഞങ്ങളെടുത്ത് നിങ്ങൾക്കെന്താ വിളിച്ചാൽ മുദ്രാവാക്യം വിളിച്ചെന്നൊക്കെ പറയണേക്കാം. അത് തമാശയില്. അതേമയത്ത് ഇത് പടച്ചോന്റെ ദീനിന് ഇങ്ങനെ വീറും വാശും തല്ലലും കൊല്ലലും ഇങ്ങനെ കളവും വഞ്ചനും ഉണ്ടോ? ഖുർആൻ കത്തിക്കലുണ്ടോ? ആളുകളെ കൊല്ലലുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് ഗൗരവം പഠിപ്പിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ ആയത്തോതിയിട്ട് പറഞ്ഞു വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അളീമാ. ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരുത്തൻ കൊന്നാൽ അവൻ അവസാനമുള്ളത് ശാശ്വതമായ നരകമാണ്. അത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നാളെ മാശറെത്തുമ്പോൾ ഈ കൊല ചെയ്യപ്പെട്ടവൻ കൊന്നവനെ പിടിക്കുമ്പോഴും അവന്റെ തലക്ക് ഇങ്ങനെ പിടിച്ച അറശിന്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവൻ ചോദിക്കുമത്രേ ലിമ ഖതലനീ അലാമ ഖതലനീ, എന്തിനു കൊന്നുവെന്ന് കൊല ചെയ്യപ്പെട്ടവൻ നാളെ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വരുമ്പോ ഖുദൂഹു വഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, നേരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. കേട്ട് ഈ അബ്ദുൽ ഖാദറിന്റെ ഘാതകരെ നാളെ ശറയിൽ ഹാജരാക്കുമ്പോ കുറ്റിമൂച്ചിയിലെ കുട്ടിക്ക് അബ്ദുക്കയും കടങ്ങേത്ത കുട്ടിക്കയും അതേപോലെ ഭാരപ്പെട്ട അളങ്കൂറിൽ അബുഹാജിയും നമ്മുടെ മണ്ണാർക്കാട്ട പ്രവർത്തകന്മാരെയും നാളെ ഹാജരാക്കുമ്പോൾ ആ ഘാതകന്മാർ തലപിടിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അതിന് സഹായിച്ചവരുണ്ടോ? സഹകരിച്ചവരുണ്ടോ? അതിന് മോട്ടിവേഷൻ നൽകി പ്രസംഗിച്ചവരുണ്ടോ? അല്ലാഹു പറയുന്നു വളിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ ദേഷ്യം അവർക്കുണ്ട്. വലഅനഹു, അല്ലാഹുവിന്റെ ശാപമുണ്ട്. വഅദ്ദ ലഹു അദാബൻ അളീമാ, വല്ലാത്ത ശിക്ഷയിലാണ് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ പറയാതെ പരസ്പരം കൊലവിളി നടത്താതെ റബ്ബിന്റെ ദീൻ ഇവിടെ ജയിക്കണം. കള്ള്, പെണ്ണ്, കഞ്ചാവ്, പലിശയിൽ ആളുകളെ തടയണം. നാട്ടിൽ സമാധാനമുണ്ടാകണം. സുന്നത്തിമായത്തിവിടെ നീണാൾ വാഴണം. നമ്മുടെ കുടുംബങ്ങൾ തെറ്റാതിരിക്കണം. മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കണം. ഹൗദുൽ കൗസർ കോപ്പ കുടിക്കണം. റസൂലുൽ കാണിന് സ്വർഗത്തിൽ കടക്കണം. ആ ബോധത്തോടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് താജുൽ ഉലമക്കും ഖമറുലമക്കും പിന്നിൽ അടിയുറച്ചു നിന്നോ. അല്ലാഹു തുണ ചെയ്യട്ടെ.